ഹായ് സ്റ്റുഡൻസ്, പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് എന്നാണ്. ഡിലൈറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ സ്വാദിഷ്ടമായത് എന്നാണ്. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ, അതിലെന്താണ് ഒരു ഫാമിലി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കാണാമല്ലേ. അപ്പോൾ ഒരു ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ സ്വാദ്, ഭക്ഷണത്തെ ആസ്വദിക്കുന്നത് എങ്ങനെയെന്നൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഈ യൂണിറ്റിലുള്ളത്. അവിടെ ഒരു കോട്ടുണ്ട്, ഫുഡ് ഈസ് അവർ കോമൺ ഗ്രൗണ്ട് എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ് എന്നാണ്. ഭക്ഷണം എന്ന് പറഞ്ഞത് പൊതുവായ ഒരു ഗ്രൗണ്ട് പോലെയാണ്, അല്ലെങ്കിൽ പൊതുവായിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭക്ഷണം. എ യൂണിവേഴ്സൽ എക്സ്പീരിയൻസ്, എല്ലാവരും ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഭക്ഷണം. ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത് ജെയിംസ് ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇനി അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ എന്താണ്, ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ, ഒരു പെൺകുട്ടി. അതുപോലെ തന്നെ ആ കുട്ടിയുടെ അമ്മയും വേറൊരു കുട്ടിയൊക്കെ നമുക്ക് പിക്ചറിൽ കാണാം. വാട്ട് ഇസ് ദ ഗേൾ ഡൂയിങ്? ആ കുട്ടി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗേള് ഷീ ഈസ് ഈറ്റിംഗ് ഫുഡ് അല്ലേ, അവൾ തൻ്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട് വിൽ യു ഡു ഇഫ് സമ്മൺ കംസ് ടു യുവർ ഹോം വൈൽ യു ആർ ഹാവിങ് യുവർ ഫുഡ്? നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നതിനിടെ ഒരാൾ അല്ലെങ്കിൽ വേറൊരു കുട്ടിയൊക്കെ നിങ്ങളുടെ സുഹൃത്തോ ആരെങ്കിലും കയറി വരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? അവരുമായിട്ട് ഭക്ഷണം ഷെയർ ചെയ്യുമോ, അതോ അവർക്ക് കൊടുക്കാതെ കഴിക്കുമോ? ഇവിടെ ആ കുട്ടി ഭക്ഷണം കഴിക്കുമ്പോൾ വേറൊരാൾ കയറി വരികയാണ്. ഈ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ദ സ്റ്റോൺ സൂപ്പ്. ഹിയർ ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അബൌട്ട് എ സ്പെഷ്യൽ സൂപ്പ്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ്. ഒരു സൂപ്പിനെ കുറിച്ചുള്ള സ്റ്റോറിയാണല്ലേ, സ്റ്റോൺ സൂപ്പ്. സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കല്ലാണ്. അപ്പോൾ കല്ലുകൊണ്ട് എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കുക? ഈ സ്റ്റോറി എന്താണ് എന്ന് നോക്കാം. ദ ജേണി എന്ന് പറഞ്ഞാൽ യാത്ര. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി ഡേ. ഇങ്ങനെയുള്ള ദിവസമായിരുന്നു, ഒരു ചൂടുള്ള വെയിലുള്ള ഒരു ദിവസമായിരുന്നു. എ യങ് ട്രാവലർ റീച്ച്ഡ് എ വില്ലേജ്. ഹി വാസ് എക്സോസ്റ്റഡ് ആൻഡ് ഹംഗ്രി. ഒരു യങ് ആയിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ട്രാവലർ, യാത്രക്കാരൻ ഒരു വില്ലേജിലെത്താണ്. ആളെങ്ങനെയായിരുന്നു? എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വെരി ടയേർഡ്, വളരെ ക്ഷീണിതനായിരുന്നു. അതുപോലെ തന്നെ ഹംഗ്രി, വിശപ്പും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ദ സ്ട്രീറ്റ്സ് വേർ എംപ്റ്റി. ആ ഒരു വില്ലേജിലുള്ള തെരുവുകൾ എങ്ങനെയായിരുന്നു? ശൂന്യമായിരുന്നു, ആരെയും പുറത്ത് കണ്ടിരുന്നില്ല. എവ്രി വിൻഡോ ആൻഡ് ഡോർ വാസ് ലോക്ക്ഡ്. ഓരോ വീടുകളുടെയും വാതിലുകളും ജനലുകളൊക്കെ അടച്ചിട്ടിരിക്കുകയായിരുന്നു, ആരെയും പുറത്ത് കണ്ടിരുന്നില്ല. ദ വില്ലേജ് സീംഡ് ആൻ അൺഫ്രണ്ട്ലി പ്ലേസ്. വില്ലേജ് എന്നാണ് ഒരു അൺഫ്രണ്ട്ലി ആയിട്ടുള്ള, ഒട്ടും ആളുകളൊന്നും പരസ്പരം പുറത്തേക്ക് വരിക അല്ലെങ്കിൽ ഇയാളെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വില്ലേജ് ആയിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. ദ ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷ. അറ്റ് ലാസ്റ്റ് ഹി കെയിം ടു എ സ്മാൾ കോട്ടേജ്. അങ്ങനെ അദ്ദേഹം എന്താണ്, ഒരു ചെറിയ വീടിന് മുമ്പിലെത്താണ്. പിക്ചറിൽ കാണാം അല്ലേ. ഹി നോക്ക്ഡ് അറ്റ് ദ ഡോർ. ആ ഒരു ഡോറിൽ മുട്ടാണ്. ആൻ ഓൾഡ് വുമൺ പീക്ക്ഡ് ഔട്ട് ആൻഡ് ഓപ്പൺ ദ ഡോർ. ഒരു ഓൾഡ് വുമൺ ആ ഒരു ഡോറിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിക്കൊണ്ട് പിന്നീട് ആ ഡോറ് തുറന്നു കൊടുക്കുകയാണ്. ഹൂ ആർ യു? ഷീ ആസ്ക്ഡ്. അങ്ങനെ ചോദിക്കുകയാണ്, ആരാണ് നീ? പെട്ടെന്ന് പരിചയമില്ലാത്ത ഒരാൾ വന്ന് ഡോറിൽ മുട്ടാനില്ല. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹൂ ആർ യു? ഐ ആം എ ട്രാവലർ ആൻഡ് ഐ ആം വെരി ഹംഗ്രി, ഹി സെഡ്. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഞാനൊരു യാത്രക്കാരനാണ്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഫുഡ് തരുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. കുഡ് യു പ്ലീസ് ഗിവ് മീ സംതിങ് ടു ഈറ്റ്? എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ തരുമോ? ഹോ വി ആർ ഓൾ വെരി പുവർ, ദ വുമൺ സെഡ്. വി ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ് ഫോർ അവർ സെൽവ്സ് ആൻഡ് ഷീ ക്ലോസ് ദ ഡോർ. അപ്പോൾ വുമൺ എന്താ പറയുന്നത്? ഞങ്ങളെന്താണ്? വി ആർ ഓൾ വെരി പുവർ, ഞങ്ങളൊക്കെ പാവപ്പെട്ട ആളുകളാണ്, ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും ശരിക്കും ഞങ്ങളുടെ കയ്യിലില്ല, അങ്ങനെ ഭക്ഷണം തരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്താണ്, ഡോർ അടക്കുകയാണ് അല്ലേ. വൈ ഡിഡ് ദ ഓൾഡ് വുമൻ റിഫ്യൂസ് ടു ഷെയർ ഫുഡ് വിത്ത് ദ ട്രാവലർ? എന്തുകൊണ്ടാണ് ഓൾഡ് വുമൺ ട്രാവലർക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നത്? കാരണം അവർ പാവപ്പെട്ട ആളുകളായിരുന്നു, അവരുടെ കയ്യിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ മാത്രമുള്ള ഭക്ഷണമൊന്നും ഇല്ല. ഡു യു അഗ്രി വിത്ത് വാട്ട് ഷീ ഡിഡ്? അവർ ചെയ്തതിനോട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ. ദ സൂപ്പ് സ്റ്റോൺ, സൂപ്പ് ഉണ്ടാക്കുന്ന കല്ല്. അപ്പോൾ എന്താണ് ആ കല്ല് എന്ന് നോക്കാം. ദ ട്രാവലർ പിക്ക്ഡ് അപ്പ് എ റൗണ്ട് സ്റ്റോൺ ഫ്രം ഹിസ് ബാഗ് ആൻഡ് നോക്ക്ഡ് അഗെയിൻ. തൻ്റെ ബാഗിൽ നിന്നൊരു വട്ടത്തിൽ റൗണ്ടിലുള്ള കല്ലെടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും ആ ഡോറ് മുട്ടാണ്. ദ ഓൾഡ് വുമൺ ഓപ്പൺ ദ ഡോർ. ആ ഓൾഡ് വുമൺ വാതിൽ തുറക്കാണ്. വാട്ട് നൗ? ഷീ ആസ്റ്റ്, ഫീലിംഗ് ഇറിറ്റേറ്റഡ്. കുറച്ച് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ആദ്യമേ പറഞ്ഞതാണല്ലോ ഭക്ഷണം ഇല്ല എന്ന്. ഐ ആം ഗോയിങ് ടു മേക്ക് എ സ്റ്റോൺ സൂപ്പ്. ദ ട്രാവലർ അനൗൺസ്ഡ്. ഇറ്റ്സ് ഡെലീഷ്യസ്. അങ്ങനെ ട്രാവലർ പറയാണ്, ഞാൻ കല്ല് കൊണ്ടൊരു സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ്, വളരെ രുചികരമായിട്ടുള്ള ഒന്നാണത്. സ്റ്റോൺ സൂപ്പ്? ദ വുമൺ ഗിഗിൾഡ്. അപ്പോൾ വുമൺ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, കല്ലുകൊണ്ട് സൂപ്പോ? ഹൗ ക്യാൻ യു മേക്ക് സൂപ്പ് ഫ്രം എ സ്റ്റോൺ? ഒരു കല്ലിൽ നിന്ന് നിനക്ക് എങ്ങനെ സൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്.
"Oh yes, I can," the traveler said. He looked so confident. The woman let him in. അങ്ങനെ അദ്ദേഹം പറയണ എനിക്ക് കഴിയും. അങ്ങനെ അവൻ്റെ ഒരു കോൺഫിഡൻസ് കണ്ടപ്പോൾ എന്താണ്, അവനെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. ആ ഒരു സൂപ്പ് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ഗീഗിൾ? എന്തിനാണ് ആ ഓൾഡ് വുമൺ ചിരിച്ചത്? കാരണം കല്ലുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അല്ലേ, ഒരു പൊട്ടത്തരായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്. വൈ ഡിഡ് ദ ഓൾഡ് വുമൺ ലെറ്റ് ദ ട്രാവലർ ഇൻ? പിന്നെ എന്തുകൊണ്ടാണ് ആ ട്രാവലറിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ് കണ്ടിട്ടാണല്ലേ, അല്ലെങ്കിൽ കല്ലുകൊണ്ട് ഇപ്പോൾ ഇവൻ എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാവും. ദ ഡെലീഷ്യസ് ഡിഷ്, രുചികരമായിട്ടുള്ള വിഭവം. അങ്ങനെ അവൻ സൂപ്പ് ഉണ്ടാക്കുകയാണല്ലേ, ചിത്രത്തിൽ കാണാൻ പറ്റും. "Fill the pot with water, put it on the fire," said the young traveler. അങ്ങനെ ഒരു ഓൾഡ് വുമനോട് പറയണ, ഒരു പോട്ട്, ഒരു കല എടുത്തിട്ട് വെള്ളം നിറച്ചിട്ട് അത് തീയിൽ വെക്കാൻ, അടുപ്പിൽ വെക്കാൻ പറയാണ്. ദ ഓൾഡ് വുമൻ ഡിഡ് സോ. അവൻ പറഞ്ഞ പോലെ അവർ ചെയ്യാണ്. Soon the water began to bubble. വെള്ളം എന്താണ്, തിളക്കാൻ തുടങ്ങുകയാണ്. The traveler washed the big round stone and put it in the pot. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ സ്റ്റോൺ വാഷ് ചെയ്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇടാണ്. He stirred the soup round and round. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് അതെങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. As he stirred, he hummed a little tune. ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് ഇളക്കിക്കൊണ്ടിരുന്നത്. Then he tasted it and said, "It's almost ready, but a pinch of salt and a bit of butter would make it better." അങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയണ ഏകദേശം റെഡി ആയിട്ടുണ്ട്, പക്ഷേ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ബട്ടർ, വെണ്ണയോ അതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. The old woman had some salt and butter, so she added them to the pot. അങ്ങനെ ഓൾഡ് വുമൺ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സോൾട്ടും അതുപോലെ തന്നെ ബട്ടറും ആ ഒരു സൂപ്പിലേക്ക് ആഡ് ചെയ്യാണ്. "Can the young traveler really make soup with butter and salt and stone?" ഒരു ബട്ടറും സോൾട്ടും അതുപോലെ തന്നെ കല്ലും ഉപയോഗിച്ച് അദ്ദേഹത്തിന് സൂപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് നോക്കാം എങ്ങനെയാണ് അദ്ദേഹം സൂപ്പ് ഉണ്ടാക്കുന്നത് എന്ന്. ദ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യമായിട്ടുള്ള സാധനങ്ങളിൽ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് നോക്കാം. "ഈസ് ദ സൂപ്പ് റെഡി?" ആസ്ക്ഡ് ദ ഓൾഡ് വുമൺ. അങ്ങനെ ഓൾഡ് വുമൺ വീണ്ടും ചോദിക്കുകയാണ്, സൂപ്പ് റെഡി ആയോ? "ഓ നോ, നോട്ട് യെറ്റ്," സെഡ് ദ യങ് ട്രാവലർ. ഇല്ല, റെഡി ആയിട്ടില്ല എന്ന് പറയണേ. "ഇറ്റ് ഈസ് ഡെലീഷ്യസ് ആൻഡ് ഫുൾഫില്ലിംഗ്. ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ." എന്നാണ്, വളരെയധികം രുചികരമായിട്ടുള്ള, വയറ് നിറക്കാൻ കഴിയുന്ന സൂപ്പാണ്. നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന, ഇതിനു മുമ്പ് കഴിച്ചിട്ടുള്ളതിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പാണിത്. ബട്ട് ആൻ ഒനിയൻ ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. പക്ഷേ എന്താണ്, ഒന്നോ രണ്ടോ ഉള്ളി, ഒനിയൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നുകൂടെ മെച്ചപ്പെടും, ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. The old woman sliced some onion and added them into the pot with the soup stone. അങ്ങനെ ഓൾഡ് വുമൺ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് ആ ഒരു സൂപ്പിലേക്ക് ആഡ് ചെയ്യാണ്. The aroma spread out through the window, drawing the attention of the neighbor. അപ്പോൾ ഈ ഒരു സൂപ്പിൻ്റെ സ്മെല്ല്, ആ ഒരു സുഗന്ധം തൊട്ടടുത്തുള്ള നെയ്ബറിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് ആ നെയ്ബർ വരികയാണ്. "വാട്ട് ആർ യു കുക്കിംഗ്?" ഹി ആസ്ക്ഡ്. എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് കുക്ക് ചെയ്യുന്നത്? "സ്റ്റോൺ സൂപ്പ്," ദ ട്രാവലർ സെഡ്. ട്രാവലർ പറയുന്നത് കല്ലുകൊണ്ടുള്ള സൂപ്പാണ്. "സ്റ്റോൺ സൂപ്പ്? കല്ലുകൊണ്ട് സൂപ്പോ? ഐ ഹാഡ് നെവർ ഹേർഡ് ഓഫ് സച്ച് എ തിങ്." അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. സെറ്റ് ദ വില്ലേജർ. ആ ഒരു വില്ലേജർ പറയുകയാണ്, ഇത്തരത്തിലുള്ളൊരു സൂപ്പിനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. "യെസ്, ഇറ്റ് ഈസ് സ്പെഷ്യൽ സൂപ്പ്. ഡു യു ഹാവ് എനിത്തിങ് ടു ആഡ് ദ ട്രാവലർ ആസ്ക്ഡ്. അപ്പോൾ ട്രാവലർ പറയുകയാണ്, അതെ, ഇതൊരു സ്പെഷ്യലായിട്ട് സൂപ്പാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. ദ ട്രാവലർ ആസ്ക്ഡ്. "യെസ്, ഐ ഹാവ് സം ടേണിപ്സ് ആൻഡ് ബീൻസ്." എൻ്റെ കയ്യിൽ കുറച്ച് ടേണിപ്സും ബീൻസും ഒക്കെ ഉണ്ട്. ദ നെയ്ബർ റിപ്ലൈഡ്. ഹി റാൻ ഹോം, ബ്രോട്ട് ദം ആൻഡ് ആഡഡ് ടു ദ പോട്ട്. അങ്ങനെ അദ്ദേഹം തൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ ഏതൊക്കെയായിരുന്നു, ടേണിപ്സ് അതുപോലെ തന്നെ ബീൻസ്, ഇതൊക്കെ കൊണ്ടുവന്ന് ഈ സൂപ്പിലേക്ക് ആഡ് ചെയ്യാണ്. "വൈ ഡിഡ് ദ നെയ്ബർ കെയിം ടു ദ വുമൺസ് ഹൗസ്?" എന്തുകൊണ്ടാണ് നെയ്ബർ ആ ഒരു വുമണിൻ്റെ വീട്ടിലേക്ക് വന്നത്? അവരുണ്ടാക്കുന്ന ഡിഷിൻ്റെ ഒരു സ്മെല്ല്, ഒരു അരോമ കേട്ടിട്ടാണ് അല്ലേ. "വാട്ട് അതർ ഇൻഗ്രീഡിയൻസ് ക്യാൻ ബി ആഡഡ് ടു മേക്ക് ദ സൂപ്പ് ബെറ്റർ?" ഇനി സൂപ്പിലേക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ഈ സ്റ്റോറിയുടെ ബാക്കി നോക്കാം നമുക്ക്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അവർ ആഡ് ചെയ്യുന്നത് എന്ന്. ദ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്. ദ വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രേഞ്ച് ഡിഷ് സ്റ്റോൺ സൂപ്പ്. അങ്ങനെ വില്ലേജിൽ ഫുള്ളായിട്ട് എന്താണ്, ഈ ഒരു സ്റ്റോൺ സൂപ്പിനെ കുറിച്ച്, കല്ലുകൊണ്ടുണ്ടാക്കുന്ന സൂപ്പിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞു. വൺ ബൈ വൺ ദേ ഫോളോഡ് ദ ഡെലീഷ്യസ് അരോമ. ആ ഒരു സ്മെല്ല് കിട്ടുന്നിടത്തേക്ക് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങുകയാണ്. "ഈസ് ദ സൂപ്പ് റെഡി?" ആസ്ക്ഡ് ദ വില്ലേജേഴ്സ്. അങ്ങനെ വില്ലേജേഴ്സ് ഒരുമിച്ച് ചോദിക്കുകയാണ്, സൂപ്പ് റെഡി ആയോ? "ഓ നോ, നോട്ട് യെറ്റ്," ദ യങ് ട്രാവലർ സെഡ്. അങ്ങനെ ട്രാവലർ പറയണില്ല, റെഡി ആവുന്നേ ഉള്ളൂ. "ദ സൂപ്പ് ഈസ് ഗുഡ്, ബട്ട് എ ക്യാരറ്റ് ഓർ ടു വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റിയർ." സൂപ്പ് രസമുള്ളതാണ്, പക്ഷേ ഒന്ന് രണ്ട് ക്യാരറ്റ് കൂടെ കിട്ടിയ സൂപ്പ് ഒന്നുകൂടെ മെച്ചപ്പെടുമായിരുന്നു എന്ന് പറയണം.
ഐ വിൽ ഗോ ആൻഡ് ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ സെറ്റ് എ യങ് ലേഡി. അപ്പോൾ കൂട്ടത്തിലുള്ള ഒരു യുവതി പറയണം, എൻ്റെ ഗാർഡനിൽ ക്യാരറ്റ് ഉണ്ട്, ഞാനത് പറിച്ചു കൊണ്ടുവരാം, അതിലേക്ക് ആഡ് ചെയ്യാമെന്ന് പറയണം. ഷീ പുൾഡ് ഔട്ട് സം ഫ്രഷ് ക്യാരറ്റ്സ് ഫ്രം ഹെർ ഗാർഡൻ ആൻഡ് ബ്രോട്ട് ഇറ്റ് ബാക്ക് ടു ദ ഓൾഡ് വുമൻസ് ഹൗസ്. അങ്ങനെ അവർ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്സ് തൻ്റെ ഗാർഡനിൽ നിന്നും കൊണ്ടുവന്ന് ആ ഒരു ഓൾഡ് വുമൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്, ആ സൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഷീ ചോപ്ഡ് ആൻഡ് ആഡഡ് ദം ടു ദ സൂപ്പ്. ആ ഒരു ക്യാരറ്റ്സിനെ ചോപ്പ് ചെയ്തു, കട്ട് ചെയ്തു, എന്നിട്ട് സൂപ്പിലേക്ക് ആഡ് ചെയ്തു. ദ ട്രാവലർ സ്റ്റിർഡ് ദ സൂപ്പ് റൗണ്ട് ആൻഡ് റൗണ്ട്. ആസ് ഹി സ്റ്റിർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ട്യൂൺ. അങ്ങനെ അദ്ദേഹം വട്ടത്തിൽ ഇങ്ങനെ അളക്കിക്കൊണ്ടിരിക്കുകയാണ്. അളക്കുന്നതിനിടയിൽ എന്താണ്, ചെറിയ ഒരു മൂളിപ്പാട്ടും പാടുന്നുണ്ട്. വാട്ട് ഹാപ്പൻ വെൻ ദ സൂപ്പ്സ് അരോമ സ്പ്രെഡ്. ആ ഒരു സൂപ്പിൻ്റെ സ്മെല്ല്, അരോമ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, ആ വില്ലേജേഴ്സ് ഫുള്ളായിട്ട് ആ ഒരു ഓൾഡ് ലേഡിയുടെ വീട്ടിലേക്ക് വന്നു അല്ലേ. ഓൺ റീച്ചിങ് ദ ഗാർഡൻ വാട്ട് ഡിഡ് ദ ലേഡി ഡു. തൻ്റെ ഗാർഡനിൽ എത്തിയിട്ട് ആ ലേഡി എന്താ ചെയ്തത്, ഷീ പുൾഡ് സം ക്യാരറ്റ്സ്, കുറച്ച് ക്യാരറ്റ്സ് പറിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് അല്ലേ, ആ ഒരു സൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ. ദ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സന്തോഷം. ഈസ് ദിസ് സൂപ്പ് റെഡി ആസ്റ്റ് അനേതർ വില്ലേജർ. വേറൊരു വില്ലേജർ വന്നിട്ട് ചോദിക്കുകയാണ്, ആ ഗ്രാമത്തിലുള്ള ഒരാൾ വന്ന് ചോദിക്കുകയാണ്, സൂപ്പ് റെഡിയായോ. ഓ നോ നോട്ട് യെറ്റ് സെറ്റ് ദ യങ് ട്രാവലർ. അപ്പോൾ ആ ട്രാവലർ പറയാനില്ല, ആയിട്ടില്ല. ദ സൂപ്പ് ഇസ് ഡെലീഷ്യസ് ബട്ട് ചിക്കൻ വുഡ് മേക്ക് ഇറ്റ് ടേസ്റ്റ് ഈവൻ ബെറ്റർ. അദ്ദേഹം എന്താ പറയുന്നത്, സൂപ്പ് വളരെ രുചികരമാണ്, പക്ഷേ ചിക്കൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു എന്ന് പറയാണ്. ഹിയറിങ് ദിസ് an old farmer went to his house and bought a chicken. ഇത് കേട്ടപ്പോൾ എന്താണ്, ഒരു വയസ്സായ ഫാർമർ, കർഷകൻ തൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഒരു ചിക്കൻ കൊണ്ടുവരികയാണ്. ദ ഓൾഡ് വുമൻ ആൻഡ് ട്രാവലർ കട്ട് ദ ചിക്കൻ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ദ പോട്ട് അലോങ് വിത്ത് ക്യാരറ്റ്സ്, ഓണിയൻസ് ആൻഡ് ദ സൂപ്പ് സ്റ്റോൺ. അങ്ങനെ എന്താണ്, അദ്ദേഹം വീട്ടിലേക്ക് പോയിട്ട് ഒരു ചിക്കനെ കൊണ്ടുവന്നു അല്ലേ. ഓൾഡ് വിമനും ട്രാവലറും അത് കട്ട് ചെയ്ത് ആ ഒരു സൂപ്പിലേക്ക്, ആ സൂപ്പ് ഉണ്ടാക്കുന്ന പോട്ടിലേക്ക് ഇടുകയാണ്. അതിൽ എന്തൊക്കെ വേറെ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഓണിയൻ ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു കല്ലും ഉണ്ട് അല്ലേ. Finally, the young traveler sprinkled spices into the pot and he stirred the soup round and round. കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് വീണ്ടും അത് ഇളക്കി കൊടുക്കുകയാണ്. ആസ് ഹി സ്റ്റിർഡ് ഹി ഹംഡ് എ ലിറ്റിൽ ടോൺ. വീണ്ടും പാട്ട് പാടിക്കൊണ്ടാണ് അദ്ദേഹം ഇളക്കുന്നത്. വാട്ട് ഡിഡ് ദേ ഡു വിത്ത് ദ ചിക്കൻ. ആ ചിക്കൻ കൊണ്ട് അവരെന്താ ചെയ്തത്, ഓൾഡ് വുമണും അതുപോലെ തന്നെ യങ് ട്രാവലറും അതിനെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ആ ഒരു പോട്ടിലേക്ക് ആഡ് ചെയ്തു അല്ലേ, സൂപ്പിൻ്റെ പോട്ടിലേക്ക് ആഡ് ചെയ്തു. The tasty soup. After a few minutes, the villagers asked, is this soup ready? വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ വില്ലേജേഴ്സ് ചോദിക്കുകയാണ്, സൂപ്പ് റെഡിയായോ. പിക്ചറിൽ കാണാമല്ലോ, എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. ദ യങ് ട്രാവലേഴ്സ് ലിക്കിംഗ് ഹിസ് ലിപ്പ്. അങ്ങനെ അദ്ദേഹം, ആ ഒരു ട്രാവലർ സൂപ്പിനെ ടേസ്റ്റ് ചെയ്തുകൊണ്ട് പറയണത് വളരെ രുചിയുണ്ട്, അതുപോലെ തന്നെ നല്ല സ്മെല്ലും ഉണ്ടെന്ന് പറയണം. നൗ ദ സൂപ്പ് ഈസ് റെഡി ടു സെർവ്. എന്നിട്ട് അദ്ദേഹം പറയണം, ഇപ്പോൾ സൂപ്പ് എന്താണ്, റെഡി ആയിട്ടുണ്ട്. ദ ഓൾഡ് വുമൻ ഹറി ടു ഗെറ്റ് എ ഫ്യൂ ബൗൾസ്. അങ്ങനെ ഓൾഡ് വുമൻ കുറച്ച് പാത്രങ്ങൾ കൊണ്ടുവരികയാണ്. The young traveler took the stone out of the pot, cleaned it and put it in his pocket. അദ്ദേഹം ആദ്യം എന്ത് ചെയ്തു, ആ ഒരു സ്റ്റോണ്, ആ ഒരു കല്ല് സൂപ്പിൽ നിന്ന് പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി തൻ്റെ പോക്കറ്റിൽ തന്നെ വെക്കുകയാണ്. Then the traveler poured the soup into the bowls on the table. പിന്നീട് ആ ഒരു ടേബിളിലുള്ള പാത്രങ്ങളിലേക്ക് സൂപ്പ് എല്ലാവർക്കും വേണ്ടി ഒഴിച്ചു കൊടുക്കുകയാണ്. The villagers tasted the soup and exclaimed, it is really delicious. അങ്ങനെ വില്ലേജേഴ്സ് ഓരോരുത്തരായിട്ട് സൂപ്പ് രുചിച്ചുകൊണ്ട് എന്താണ്, വളരെയധികം രസകരമായിട്ടുള്ള രുചിയുള്ള ഒരു സൂപ്പാണ് എന്ന്, അവർ സ്വാദിഷ്ടമായിട്ടുള്ള സൂപ്പാണെന്ന് പറയാണ്. Pick out the sentence which shows that the soup is very tasty. സൂപ്പ് വളരെയധികം ടേസ്റ്റിയാണ് എന്ന് കാണിക്കുന്ന സെൻറ്റൻസ് ഏതാണ്, ഇറ്റ് ഈസ് റിയലി ഡെലീഷ്യസ് എന്നുള്ള സെൻറ്റൻസ് കൊടുക്കുക അല്ലേ. അതല്ലെങ്കിൽ ട്രാവലർ പറയുന്നുണ്ട് ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. ഈ രണ്ട് സെൻറ്റൻസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എന്താണ്, എല്ലാവരും സൂപ്പിനെ രുചിച്ച് നോക്കുകയാണല്ലോ, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് ആ സൂപ്പ്. ദ റിയലൈസേഷൻ, തിരിച്ചറിവ്. റിയലൈസ് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മൾ തിരിച്ചറിയാം. We would also like to make this soup. Where can we get such a magic stone? asked a villager. ഞാൻ സൂപ്പൊക്കെ കുടിച്ചിട്ട് വില്ലേജർ ട്രാവലറോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്കും ഇതുപോലത്തെ സൂപ്പ് ഉണ്ടാക്കണം, എവിടെ നിന്നാണ് ഈ ഒരു രുചികരമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ സൂപ്പിന് രുചി നൽകിയ ഈ കല്ല് എവിടെ നിന്നാണ് കിട്ടിയത്. The traveler smiled and took the stone out of his pocket and said, ചിരിച്ചുകൊണ്ട് ആ ഒരു കല്ല് തൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അദ്ദേഹം പറയാണ്, ലുക്ക് ഇറ്റ്സ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോൺ. ദ സൂപ്പ് ടേസ്റ്റഡ് ഗുഡ് ബിക്കോസ് ഓഫ് ഓൾ ദ യമി വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ യു ഷെയർഡ്. അപ്പോൾ അദ്ദേഹം പറയണത് ഇതൊരു ഓർഡിനറി, ഒരു സാധാരണ കല്ലാണ്, ഇതൊരു വെറും കല്ലാണ്. സൂപ്പിന് രുചി ഉണ്ടായത് നിങ്ങൾ ഷെയർ ചെയ്ത നല്ല പച്ചക്കറികളും അതുപോലെ തന്നെ ചിക്കനൊക്കെ കാരണമാണ്, അല്ലാതെ ഈ കല്ല് കൊണ്ടൊന്നുമല്ല, ഇതൊരു സാധാരണ കല്ലാണെന്ന് അദ്ദേഹം പറയണത്. ദ വില്ലേജേഴ്സ് വർ സർപ്രൈസ്ഡ്. ഇത് കേട്ടപ്പോൾ വില്ലേജേഴ്സിന് എന്താണ്, അത്ഭുതം തോന്നുകയാണ്.
ദ മേക്കിംഗ് ഓഫ് ദ സൂപ്പ് ബ്രോട്ട് ദ വില്ലേജേഴ്സ് ടുഗെദർ. ഈ ഒരു സൂപ്പ് എന്താണ് അവരെ ഒരുമിപ്പിച്ചു അല്ലേ, എല്ലാ വീട്ടിലെ ആളുകളും ഒരുമിച്ച് ഒരിടത്ത് കൂടാനും തൻ്റെ കയ്യിലുള്ള ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അവർക്ക് പറ്റില്ല ഈ ഒരു സൂപ്പ് ഉണ്ടാക്കുന്നത് കൊണ്ട്. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് ദേ ഷെയർഡ് ദെയർ ഫുഡ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അപ്പോൾ ആ ഒരു ദിവസം തൊട്ട് അവരെന്താണ് ഭക്ഷണം പരസ്പരം ഷെയർ ചെയ്യാനും സന്തോഷത്തോടെ കഴിയാനും തുടങ്ങി. ഡു യു തിങ്ക് ദ ട്രാവലർ പ്ലേഡ് എ ട്രിക്ക് ഓൺ ദ വില്ലേജേഴ്സ്? വൈ ഡു യു തിങ്ക് സോ? ട്രാവലർ ആ ഒരു വില്ലേജേഴ്സിൻ്റെ മേലെ ഒരു ട്രിക്ക് പ്രയോഗിച്ചോ? ശരിയാണല്ലേ, അദ്ദേഹം എന്താണ് സ്റ്റോൺ കൊണ്ട് സൂപ്പ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വില്ലേജസിൻ്റെ അടുത്തും പല പല ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ചിട്ടാണ് സൂപ്പ് ഉണ്ടാക്കിയത് അല്ലേ. വാട്ട് ലെസൺ ഡസ് ദ സ്റ്റോറി ദ സ്റ്റോൺ സൂപ്പ് ടീച്ചേഴ്സ്? എന്ത് പാഠമാണ് പഠിപ്പിക്കുന്നത്? അതായത് എല്ലാവരും ഒരുമിച്ച് കൂടിയാലേ. ഇപ്പോൾ ആ ഒരു വിമൺ ആദ്യം പറഞ്ഞു തൻ്റെ കയ്യിൽ ഭക്ഷണമൊന്നും ഇല്ല, പക്ഷേ എന്താണ് ഓരോ വീടുകളിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അവരെന്താണ് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കി എല്ലാവർക്കും വയറ് നിറയെ കുടിക്കാൻ പറ്റില്ലേ. അപ്പോൾ കയ്യിലുള്ള കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്നുള്ള നല്ല രീതിയിലുള്ളൊരു മെസ്സേജ് കൂടെ ഈ സ്റ്റോറി നൽകുന്നുണ്ട്. ഈ സ്റ്റോറിയുടെ ഒരു മലയാളം എക്സ്പ്ലനേഷനാണ് ഇപ്പോൾ തന്നത്. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, അത് നമുക്ക് അപ്കമിങ് വീഡിയോസിലായിട്ട് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു ഓൾ, കീപ് വാച്ചിങ്.